ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. പിന്നിൽ താരകൾ പുൽകിരി തൂകി മണ്ണിൽ enjoy all the gifts of Christmas. The gift of happiness, gift of joy, the gift of love. Wishing you Merry Christmas and a Happy New Year. Isabel and Benju. Wish you a Merry Christmas and a Happy New Year. Wishing you Merry Christmas and a Happy New Year. Isabel and Benju. Wish you a Merry Christmas and a Happy New Year. നമുക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ വിദ്യാലയത്തിന്റെ പേരില് നമ്മുടെ ഈ മിൽസി തോമസ് എന്ന മേഡത്തിന് ഒത്തിരി സ്നേഹത്തോടെ വാർഡ് മെമ്പർ നമുക്ക് നല്ലൊരു ബൊക്കെ പുച്ചണ്ട് നൽകി നമുക്ക് ആദരിക്കാം. നല്ലൊരു ക്രിസ്തുമസ് സന്ദേശം നൽകുന്നു നമ്മുടെ പ്രിയപ്പെട്ട എച്ച് എം സിസ്റ്റർ ജിസ്രറ്റ്. നമുക്ക് സ്റ്റാർ ആകണ്ടേ? ഇപ്പൊ എല്ലാവരും സ്റ്റാർ ആയിക്കാലേ. എങ്ങനെ സ്റ്റാർ ആകണേ? സ്റ്റാറിന്റെ ഒരു പ്രത്യേകത, അത് ഏറ്റവും ഇങ്ങനെ ഉയർന്നു നിൽക്കും. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ബാക്കില് ഒരു സ്റ്റാർ കണ്ടോ? കണ്ടില്ലേ? സ്റ്റാർ കണ്ടോ നിങ്ങള്? ആ, സ്റ്റാറിന്റെ പിന്നെ പ്രത്യേകതകൾ വേഗം പറഞ്ഞില്ലേ? എന്താണ്? മിന്നിത്തെളിയും പ്രകാശമുണ്ട്. പിന്നെയോ പ്രകാശം എന്ന് പറയുമ്പോ അതാ ഒരു കുറച്ച് സ്ഥലമല്ലല്ലോ. എല്ലാവർക്കും പ്രകാശം കൊടുക്കണം. അപ്പോ നമ്മുടെ ഉണ്ണീശോയുടെ ജനനത്തിൽ ഈ സ്റ്റാറിന് വലിയൊരു റോളുണ്ട്. വന്ന എല്ലാവർക്കും ഉണ്ണീശോയുടെ അടുത്തേക്ക് വരാനായിട്ട് പ്രകാശം കൊടുത്തത് ആരാണ്? സ്റ്റാറാണ്. അപ്പോ നമുക്കും എന്താകണം? സ്റ്റാർ ആകണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഉണ്ണീശോ പിറന്നത് ഒരു ചെറിയൊരു കാലിത്തൊഴുത്തിലാണ് അല്ലേ? ആ കാലിത്തൊഴുത്തില് ഒന്ന് അകത്തേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പതുക്കെ ഒന്ന് കുനിയണം അല്ലേ? കാലിത്തൊഴുത്ത് ചെറുതല്ലേ? നമ്മുടെ വീടിന് ഇത്രയും വലിപ്പമുണ്ടോ? അപ്പൊ ആർക്കാണെങ്കിലും അതില് ഒന്ന് കയറണം എന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് കുനിഞ്ഞാലാണ് അതിനകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ ആത്മീയമായിട്ട് അതിനെ ചിന്തിച്ചാല് കൊച്ചുങ്ങളെ എന്താ പറയാ, നിങ്ങളുടെ നിഷ്കളങ്ക മനസ്സാണ്. എന്നാലും കുറച്ച് കുഞ്ഞു കുറുമ്പുകളില്ലേ? എല്ലാവരും പപ്പയും മമ്മിയും പറഞ്ഞനുസരിക്കോ? ഇല്ലല്ലോ. അപ്പൊ പപ്പയും മമ്മിയും പറഞ്ഞാല് അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം.
സ്കൂളിലെ ടീച്ചേഴ്സ് വരുമ്പം അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കണം, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് കുറച്ച് എളിമയുണ്ടാകണം. കുട്ടികളായി നിങ്ങൾക്ക് നല്ല എളിമയുണ്ട്, എന്നാലും കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. വേണ്ടേ? 2 കാര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകണം. ഒരു സ്റ്റാർ ആകണം, പിന്നെയോ ഒരു എളിമപ്പെടൽ. അമ്മയൊക്കെ പറഞ്ഞാലൊക്കെ ഒന്ന് അനുസരിക്കണം. ഇവിടെ പാരന്റ്സ് വരുമ്പോ പറയുന്നത് ഒന്നും പറഞ്ഞനുസരിക്കില്ല എന്നാ. മൊബൈല് അധിക സമയം കാണണ്ട എന്ന് പറഞ്ഞാല് അത് കാണും, ചെയ്യണ്ട എന്ന് പറഞ്ഞാല് അത് ചെയ്യും. അങ്ങനെയല്ലല്ലോ, നല്ല കുട്ടികൾ അങ്ങനെയല്ലല്ലോ. ഉണ്ണീശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളുണ്ടല്ലോ, ഉണ്ണീശോ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കാനായിട്ട് ശ്രമിക്കും. ഉണ്ണീശോ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുമ്പോഴാണ് ഉണ്ണീശോ വ്യക്തമായിട്ട് പറയുള്ളൂ. അപ്പൊ നന്നായിട്ട് പ്രാർത്ഥിക്കാം, നല്ല കുട്ടികളാവുക. കേട്ടല്ലോ? അപ്പൊ എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകള് ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഒത്തിരി മനോഹരമായൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. കാരണം ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും റെഡ് വൈറ്റ് കളറ്, അത് കാണാന്ന് പറഞ്ഞാൽ കണ്ണിനും മനസ്സിനും ഒത്തിരി കുളിരുള്ള ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ടീച്ചറിന്റെ സൈഡിലായിട്ട് നല്ലൊരു പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്ത് ഇന്നലെ നമ്മുടെ സിസ്റ്റർമാര് ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു പുൽക്കൂടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അറിയാമോ, നമ്മുടെ ഉണ്ണി യേശുവിന്റെ ദൈവപുത്രന്റെ ജനനത്തിനുള്ള ഒരു ഒരുക്കമാണിത്, അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും നമ്മൾ വഴിയിലൂടെ ഒക്കെ പോകുമ്പോഴായാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോ ഒരു സ്റ്റാറൊക്കെയാണ് ഇട്ടിട്ടുണ്ടാവുക. ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളൊന്ന് നടന്നു നോക്കിയേ, നിങ്ങൾ പോരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇന്നിപ്പോ വീട്ടിൽ പോകുമ്പോ ശ്രദ്ധിച്ചാൽ മതി, അത് ചിലപ്പോ മുൻവശം നിറയെ സ്റ്റാറുകളായിരിക്കും. നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. കുറെ ലൈറ്റുകള്, അതുപോലെ ഇതുപോലെ വലിയ വലിയ പുൽക്കൂടുകൾ ഉണ്ടാക്കി തുടങ്ങിയവരുണ്ട്, അതുപോലെ ട്രീ അലങ്കരിച്ച് വെച്ചിരിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒക്കെ ഒരു ഉത്സവമാണ് വരുന്നത് എന്നുള്ളതിനുള്ള ഒരു മുന്നോടിയാണ്. ആരുടെ ജനനമാണ് നമ്മൾ ക്രിസ്മസിന് ആഘോഷിക്കുന്നത്? ഉണ്ണീശോ പിറന്നതാണ്, അല്ലെ? നമുക്ക് സന്തോഷം തരുന്നതാണ്. ഇതിനും അപ്പുറത്തേക്ക് ഒരുപാട് ആഘോഷങ്ങൾ വരും നമ്മുടെ പള്ളിയിലും നമ്മുടെ യൂണിറ്റുകളില്. അങ്ങനെ ഒത്തിരി ആഘോഷങ്ങളാണ്. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുക. എന്നാ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യത്തില് ഇത് സന്തോഷത്തിന്റെ ഒരു ഉത്സവമാണോ? ആണ്. എന്നാ ടീച്ചർ പറയാം, ഇത് സന്തോഷം. ഇനി ആരുടെയൊക്കെയാണെന്ന് അറിയാമോ മക്കൾക്ക്? അറിയില്ല, കുഞ്ഞു മക്കളല്ലേ, അറിയില്ല. ആരുടെയാണെന്ന് അറിയാമോ? ഏറ്റവും വലുത് എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് തന്റെ പുത്രനെ നമ്മൾക്ക് ലോകത്തിലേക്ക് വിട്ടു തരികയാണ് ചെയ്തത്. ഏതെങ്കിലും ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ മകനെ വേറൊരാൾക്ക് സ്വന്തമായിട്ട് കൊടുത്തത് മക്കൾക്ക് അറിയാമോ? ഇല്ല, അങ്ങനെ കൊടുക്കില്ല. അപ്പൊ പിതാവ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ ഒരു അത്ര ത്യാഗം ചെയ്തിട്ടാണ് പുത്രൻ തന്റെ എല്ലാവിധ പ്രതാപങ്ങളും ഉപേക്ഷിച്ച് സ്വർഗത്തിൽ വസിക്കേണ്ട ഒരാളാണെന്ന് ഓർക്കണം കേട്ടോ. ആ പുത്രൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് വന്നു പിറന്നത്. സാധാരണ ഒരു ശിശുവിനെ പോലെ ആർഭാടങ്ങളുടെ നടുവിലേക്കാണോ ഉണ്ണീശോ വന്നു പിറന്നത്? അല്ല. അന്ന് ഒരു അരണ്ട വെളിച്ചമേ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. ഒരു തൊഴുകൂട്ടിലാണ് ഉണ്ണീശോ വന്നു പിറന്നത്. ഉണ്ണീശോയ്ക്ക് പുതയ്ക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ ഒരു മെത്തയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ണീശോയും പിതാവും അതുപോലെ തന്നെ ത്യാഗം ചെയ്തു. അതുപോലെ തന്നെ ഇനി നമ്മുടെ പരിശുദ്ധ മറിയത്തെ എടുത്തു നോക്കിയേ. അമ്മ ആർഭാടങ്ങളുടെ ഉള്ളിലാണോ ഉണ്ണീശോയെ പ്രസവിച്ചത്? അല്ല. ഒത്തിരിയേറെ ക്ലേശങ്ങൾ സഹിച്ച് ഉണ്ണീശോയ്ക്ക് ജനിക്കാൻ ഒരു ഇടം തേടി മാതാവും ഔസേപിതാവും ഒത്തിരി അലഞ്ഞതിന് ശേഷമാണ് അവർക്ക് ആ പുൽക്കൂടെങ്കിലും കിട്ടിയത്. അങ്ങനെ ഒത്തിരി പേരുടെ ത്യാഗങ്ങളുണ്ട്. അപ്പൊ നമ്മള് എന്താണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സത്യത്തില് ഉണ്ണീശോയുടെ ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പുണ്യപ്രവർത്തികളുടെയും ഒക്കെ ഒരു ആഘോഷം കൂടിയാണ്. കുഞ്ഞുമക്കൾക്ക് ചിലപ്പോൾ അത് അറിയാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് ചിലപ്പോ ഒരു നക്ഷത്രം തൂക്കിയാൽ അല്ലെങ്കിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയാൽ ഒരു സ്റ്റാർ ട്രീ ഉണ്ടാക്കിയാലോ ഒക്കെ നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞു എന്നായിരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ കൂടി
നമ്മള് 25 ദിവസം ത്യാഗ പുണ്യ പ്രവർത്തികൾ ചെയ്ത് 25ാമത്തെ ദിവസം ഉണ്ണിയേശുവിന്റെ ജനനം വരവേൽക്കണം. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ത്യാഗം പുണ്യമൊക്കെ നിങ്ങൾ ചെയ്തായിരുന്നോ? 25 ദിവസം 24 ദിവസം തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളോട് ഡിസംബർ 1-ാം തീയതി മുതൽ മിഠായി കഴിക്കരുതെന്ന് സിസ്റ്റർ പറഞ്ഞിരുന്നു. നിങ്ങൾ പിന്നെ മിഠായി കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. അതാണ് മക്കൾക്ക് ചെയ്യാൻ പറ്റിയ ത്യാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുണ്യപ്രവൃത്തി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് പാവപ്പെട്ട ഒരു രോഗിയെ അല്ലെങ്കിൽ ഒരാൾക്ക് സഹായം ചെയ്യാൻ പൈസ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുവന്ന് കൊടുത്തില്ലേ? അതാണ് മക്കൾക്ക് ചെയ്യാൻ പറ്റിയ പുണ്യപ്രവൃത്തി. ഇത്രയൊക്കെ ഉണ്ണീശോ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനി ഉണ്ണീശോ പുൽക്കൂട്ടിലേക്ക് ഉണ്ണീശോയുടെ തിരുസ്വരൂപം എടുത്ത് വെക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ണീശോ പിറന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആ പുൽക്കൂട് അലങ്കരിച്ച് ഉണ്ണീശോയെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ വീടിന്റെ അകത്തേക്ക് ഒന്ന് നോക്കിയേ. മക്കള് ശ്രദ്ധിച്ചാൽ കാണാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറുമ്പ് കാണിക്കും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞ കേൾക്കില്ല, അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വീടുകളിൽ നടക്കുന്നുണ്ട്. ആ വീടുകളില് അങ്ങനെയുള്ള ഒരു വീടുകളിൽ ഉണ്ണീശോ ദൈവകുമാരൻ വന്ന് പിറക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ 25 ദിവസവും നിങ്ങളുടെ കൊച്ചു കൊച്ചു ത്യാഗങ്ങള് കുറുമ്പുകളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അതുപോലെ തന്നെ പഠിക്കാൻ പറയുമ്പോൾ പഠിക്കുക, പാരന്റ്സ് പറയുമ്പോൾ അനുസരിക്കുക, ടീച്ചേഴ്സ് പറയുമ്പോൾ അനുസരിക്കുക. അതുപോലെ തന്നെ കുറ്റം പറയുന്ന കുറെ കുട്ടികളുണ്ട്. ആ ടീച്ചർ എന്നെ അടിച്ചു, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, അങ്ങനെയൊക്കെ മക്കളെ വീട്ടിൽ ചെന്ന് പരാതി പറയാറില്ലേ? അതൊക്കെ ഒന്ന് കുറയ്ക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് പുണ്യപ്രവർത്തി ത്യാഗം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സിസ്റ്റർ പറഞ്ഞു, നമ്മുടെ ഉള്ളില് ഉണ്ണി ജനിച്ചാൽ മാത്രം പോരാ. എല്ലാ വർഷവും ക്രിസ്മസ് വരും, എല്ലാ ദിവസവും ഉണ്ണിയേശുവിന്റെ ജനനം നമ്മൾ ആഘോഷിക്കും. ഉണ്ണീശു നമ്മുടെ ഉള്ളിൽ വന്ന് ജനിച്ചാൽ മാത്രം മതിയോ? പോരാ. നിങ്ങൾ ജനിച്ചപ്പോഴിരുന്ന ആ രൂപത്തിലും വലിപ്പത്തിലുമാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. നിങ്ങൾ വളർന്നില്ലേ? ഇപ്പൊ LKG UKG 1, 2, 3, 4 ക്ലാസ് വരെ എത്തിയില്ലേ? നമ്മൾ ഓരോ വർഷവും ഉണ്ണിയേശുവിന്റെ ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. നമ്മുടെ ഉണ്ണിയേശു, നമ്മുടെ ഉള്ളിലുള്ള ഉണ്ണിയേശുവിന് വളരാൻ ആവശ്യമായ കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കണം. നമ്മുടെ വചനം സ്നേഹം മാംസമായി വന്നു പിറന്നു എന്നാ പറയുന്ന ബൈബിളില്. അപ്പൊ ഉണ്ണിയേശു എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം, ഉണ്ണിയേശുവിന് സ്നേഹം കൊടുത്താലേ ഉണ്ണിയേശുവിന് വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തത് അവന് കൊടുക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാം. അങ്ങനെയല്ല സഹായം എന്ന് പറയുന്നത്. നമുക്കുള്ളതിൽ നമുക്ക് ആവശ്യമുള്ള സാധനമായിരിക്കും, അതിൽ നിന്ന് കുറച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെയാണ് നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. അതുപോലെ തന്നെ ഉണ്ണിയേശു നമ്മുടെ ഉള്ളിൽ വന്ന് പിറന്നു കഴിഞ്ഞാൽ ഉണ്ണിയേശു നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിൽ വളരുന്നുണ്ട്, ജീവിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു നക്ഷത്രത്തെ പോലെ പ്രകാശിക്കണമെന്നാണ്. നക്ഷത്രം എന്ന് പറഞ്ഞ പ്രകാശമാണ്. ഈ പ്രകാശം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകേണ്ടത്? ഒരു വെളിച്ചം നിന്റെ പിറകിലാണെങ്കിൽ മുന്നിൽ നിന്റെ നിഴലായിരിക്കും. ഒരു പ്രകാശം നിന്റെ മുന്നിലാണെങ്കിൽ നിഴൽ നിന്റെ ബാക്കിലായിരിക്കും. അപ്പൊ അങ്ങനെ പാടില്ല. ഉണ്ണിയേശു ആ വെളിച്ചം നിന്റെ ഉള്ളിലാണെങ്കിൽ നീയും നിഴലുമില്ല, പ്രകാശം മാത്രമേ ഉണ്ടാകൂ. അങ്ങനെയാണ് പ്രകാശത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഉണ്ണിയേശു നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രകാശം തെളിഞ്ഞു നിൽക്കണം. ഒരു നക്ഷത്രത്തെ പോലെ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആയിരിക്കണം ഇനി വരുന്ന ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത്, നമ്മൾ ആഘോഷിക്കേണ്ടത്. ഇനി നിങ്ങൾ പാരന്റ്സിനോട് പറയുക, വെറുതെ പുൽക്കൂട് ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ണിയേശുവിനെ സ്നേഹിക്കാനും ഉണ്ണിയേശുവിനെ മനസ്സിൽ വളർത്തിയെടുക്കാനും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ ഒപ്പം നിൽക്കുകയും ചെയ്യണമെന്ന് പാരന്റ്സിനോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. റെഡിയാണോ? ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ടീച്ചർ നിർത്തുകയാണ്. നന്ദി. ടീച്ചർ, ടീച്ചർ, സ്കൂൾ ലീഡർ, എൻ്റെ പ്രിയ നോൺ ടീച്ചിങ് സ്റ്റാഫ്, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ടീച്ചർ പറഞ്ഞതുപോലെ ഇവിടുന്ന് കാണുമ്പോൾ ഒത്തിരി മനോഹരമാണ് ഈ കാഴ്ച. എനിക്ക് ഈ സ്റ്റേജിലായിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. സ്കൂളിനോട് ഒരു ആത്മാർത്ഥമായ ബന്ധവും എനിക്കുണ്ട്.
കാരണം ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സ്കൂളിലിരിക്കുക, വീടിന്റെ തൊട്ടടുത്താണ്. ഇവിടുത്തെ പ്രാർത്ഥനയും പ്രവർത്തനവും മുഴുവൻ കേട്ടതിന് ശേഷമാണ് എൻ്റെ ദിനചര്യ തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ സ്കൂളുമായ ഒരു ആത്മാർത്ഥ ബന്ധം തന്നെ ഉണ്ട്. അസംബ്ലിയുടെ നിർദ്ദേശങ്ങൾ മുതൽ എനിക്ക് എൻ്റെ അടുക്കളയിൽ നിന്ന് കേൾക്കാം. അതെല്ലാം ചിട്ടയായ കേട്ടതിന് ശേഷമാണ് എൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാറ്. അതെല്ലാം മുഴുവൻ ഞാൻ ശ്രദ്ധയോടെ കേൾക്കാറുമുണ്ട്. അത്രയ്ക്കധികം എനിക്ക് താല്പര്യവുമാണ് സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ. അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ചോദിക്കാറും അന്വേഷിക്കാറും എല്ലാ ആനുവേണ്ടിയേക്കും ഇവിടെ എങ്ങനെ പോയാലും എത്തിപ്പെടാവും. അതുപോലെ ഒരു പ്രത്യേക താല്പര്യം, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ മക്കൾക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും എന്ന് പറഞ്ഞേ. ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ, സിസ്റ്റേഴ്സിന്റെ കരുതലുള്ള സ്നേഹത്തോടെ ഉള്ള പ്രവർത്തനത്തിന്റെ ആ ഒരു ഭാഗമാണ് ഇവരുടെ ആ വളർച്ച എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഈ വർഷം ക്രിസ്മസിന്റെ മുന്നോടിയായി നടത്തിയ ഈ മീറ്റിംഗ് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുകയാണ്. ഉണ്ണീശോയെ വരവേൽക്കാൻ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. പുൽക്കൂടും നക്ഷത്രങ്ങളും മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകളും എല്ലാം ഇട്ട് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുക്കത്തോടൊപ്പം തന്നെ പൂജ രാജാക്കന്മാരുണ്ട്, അപ്പുറത്ത് മാതാവ് ഔസേപ്പിതാവുണ്ട്. ഇനി ഉണ്ണി കൂടി പറഞ്ഞാൽ മതി. പൂജ രാജാക്കന്മാര് എല്ലാവരും പറഞ്ഞു മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളാകണമെന്ന്. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കിയാണ് പൂജ രാജാക്കന്മാർ പോയത്. ആ ഉണ്ണിയേശു എവിടെ പിറന്നു എന്നറിയാൻ വഴികാട്ടിയായത് ആ നക്ഷത്രമാണ്. നക്ഷത്രത്തെ നോക്കി പൂജ രാജാക്കന്മാർ നടന്നു. നക്ഷത്രം നിന്നപ്പോൾ അവർ നിന്നു, അവിടെ ലക്ഷ്യസ്ഥാനവും കണ്ടെത്തി. അതുപോലെ നക്ഷത്രത്തെ നോക്കി വഴികാട്ടിയായതുപോലെ നല്ലൊരു വഴികാട്ടിയാവണം നിങ്ങൾ ഓരോരുത്തരും. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളാവണം, അതുപോലെ നല്ലൊരു വഴികാട്ടികളാവണം. എന്താ പറയാ, ഇപ്പോഴും ഇവിടുത്തെ മുമ്പൊരു പരിപാടിയിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ടിംഗ്ലിംഗ് സ്റ്റാർസ്, അന്ന് അതിന്റെ പേര് ഇതായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു വഴികാട്ടിയായ നക്ഷത്രങ്ങളാവട്ടെ, നിങ്ങൾ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി. അതുപോലെയുള്ള കഴിവും അറിവും എല്ലാവർക്കും ഉണ്ട്. നല്ല മക്കളായി വളരാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ഉണ്ണിയേശുവിന്റെ പിറന്നാൾ എന്ന് പറയുന്നത് ഏറ്റവും എളിമപ്പെടലിന്റെ ഒന്നാണ്. സാഹോദര്യത്തിന്റെ, ഒരു ഒത്തുചേരലിന്റെ, കൂട്ടായ്മയുടെ, എളിമപ്പെടലിന്റെ വലിയൊരു ആഘോഷം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിൽ വളർന്നു വന്ന പോലെ നമ്മൾ ഓരോരുത്തരും വളരാൻ ശ്രമിക്കണം. വലിയ വായിൽ വലിയ വർത്താനം പറയാനൊന്നും നമുക്ക് പറ്റില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, മിഠായി ഉപേക്ഷിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നിങ്ങളുടെ മിഠായി അല്ലേ? ആര് വന്നാലും ഏറ്റവും ആ സെക്കൻഡിൽ തന്നെ പൊളിച്ച് വായിലിടും. അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ത്യാഗം. ഒരു നല്ല കയ്യടി, എന്തായാലും നിങ്ങൾ നല്ല കയ്യടി നമുക്ക് ഏറ്റവും സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഒരു കുടുംബത്തെ സഹായിക്കുക, സഹായ മനസ്കത ഇപ്പോഴേ നിങ്ങൾ ആരംഭിച്ചു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരു കൊച്ചു കൊച്ചു ത്യാഗങ്ങളിലൂടെ നിങ്ങൾ വളർന്നു വരുമ്പോൾ വലിയ ഒരു വ്യക്തിത്വത്തെയാണ് നിങ്ങൾ വളർത്തിയെടുക്കുന്നത്. കുഞ്ഞു ത്യാഗങ്ങളിലൂടെ നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വലിയ വ്യക്തിത്വം. പണ്ട് നമ്മളുടെ വീട്ടില് ഭിക്ഷക്കാരൊക്കെ വരുമായിരുന്നു. ഇപ്പൊ അതില്ല. ഞങ്ങളുടെ കുഞ്ഞു പ്രായത്തിലൊക്കെ ഭിക്ഷക്കാർ വരികയായിരുന്നു. അന്ന് അപ്പനും അമ്മയ്ക്ക് പറയും, മോളെ ഒരു കുഞ്ഞു പൈസ എടുത്ത് കൊടുക്കണോട്ടോ എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ചെറിയ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത്. ഇപ്പൊ അതില്ല, ഭിക്ഷയൊക്കെ നിർത്തി. അപ്പൊ അതുപോലെ ഇപ്പൊ നിങ്ങൾ ഓരോ കൊച്ചു കൊച്ചു സഹായങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു പഠിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. സ്നേഹിക്കാൻ ശ്രമിക്കുക, പരസ്പരം കൂട്ടുകാരെ സഹായിക്കുക, സ്നേഹിക്കുക. അതിനെല്ലാമുള്ള സപ്പോർട്ട് സിസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന്, ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു ഫാമിലിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. വലിയൊരു ടീം വർക്ക്. എന്തിനും ഏതിനും NMC LPS കാണാപ്പാടാണ്. ഇവിടുത്തെ പിള്ളേര് NMC LPS എൻ്റെ വീട്ടിൽ താമസിക്കുന്നവരുണ്ട് ഇവിടെ. അവരുടെ വായിൽ ഒരു സെക്കൻഡ് പോലും തോരാതെ പറയുന്ന ഒരു വാക്കാണ് NMC LPS.
അതുകൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ സ്കൂളിനേക്കാളും കൂടുതൽ ഞാൻ പറയുന്ന പേര് NMC LPS എന്നാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്നേഹവും ആദരവും ബഹുമാനവും സിസ്റ്റേഴ്സിനോടും സ്കൂളിനോടും ഈ ടീം വർക്കിനോടും മക്കളോടും ഉണ്ട്. എല്ലാവരും നല്ല വ്യക്തികളായി നല്ല സമൂഹമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. നന്ദി. All know Christmas is around the corner and everyone is busy preparing it to be the best one of their lives. Christmas is the season of love, harmony and spreading awareness. Christmas is celebrated every year on December 25 as it is considered to be the day on which Jesus Christ was born. The name of Christmas comes from the Mass of Jesus. Christmas celebrated around the world with joy and happiness. It is considered to be the time of the year when friends and family come together and celebrate it with joy and spread happiness around them. Beyond the festivities, Christmas reminds us of the importance of kindness and generosity. May we all take inspiration from this beautiful festival to spread joy and lend a helping and a hand to those in need around us this season and throughout the year. Thank you and Merry Christmas to all.
അതിലൂടെ കാര്യങ്ങൾ പുഞ്ചിരി പോകുന്നു കാലങ്ങളായിരം കാറ്റൊരു കൈകൾ ആരിന്റെ മാമകൾ നീക്കിയ വഴികൾ ഇന്നീ ഭൂമി പിറന്നുവല്ലോ ഈ കാലിക്കുട്ടിൽ ഈശോ പിറന്നുവല്ലോ ഈ കാലിക്കുട്ടിൽ ഈശോ പിറന്നുവല്ലോ പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മദിനം പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മദിനം രാവിൽ ചേരിൽ ബെത്ലഹേം മുൻകൂട്ടി പാരിൽ രാജൻ ഭൂജാതനായി രാവിൽ ചേരിൽ ബെത്ലഹേം മുൻകൂട്ടി പാരിൽ രാജൻ ഭൂജാതനായി ഉന്നതങ്ങളിൽ ഈശ്വരസ്തുതി പാടി ചുവടുവെച്ച വിമോചനം ആട്ടിടയൻ പാടി ഉന്നതങ്ങളിൽ ഈശ്വരസ്തുതി പാടി ചുവടുവെച്ച വിമോചനം ആട്ടിടയൻ
Christmas, Christmas, Merry Christmas. Onnatale means Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമാ Onnatale വീണ്ടും വന്നിടുന്നു. ഗ്ലോറിയാഗീതം പാടി സ്തുതിച്ചിടാം. വാനവരോടൊപ്പം നൃത്തം ചെയ്യാം. രക്ഷകൻ ഈശോയെ കണ്ടു വണങ്ങിടാം. എങ്ങും ആഘോഷമായി. Christmas, Merry Christmas. Onnatale means Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി Onnatale വീണ്ടും വന്നിടുന്നു. ഒരു കഥ പറഞ്ഞു തരാമോ? ഇന്ന് എന്റെ കുഞ്ഞിന് വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞു തരാം. ഈശോയുടെ കഥ. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം ഹെറോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ഉണ്ണീശോയുടെ അമ്മയുടെ പേര് എന്താണെന്നറിയോ? മറിയം. അപ്പയുടെ പേരോ? ജോസഫ്. ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്, ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. എന്നും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്കു ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവരുടെ യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയെ പേര് ചേർക്കാൻ ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. എന്ത് ചെയ്യും? അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി. എന്നിട്ട് ഈശോയെ പിള്ളക്കച്ചയിൽ പറഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആളുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണീശോയെ ആദ്യം കണ്ടത്.
പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലേമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം അത് അവർക്ക് മുന്നിൽ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്നു നിന്നു. അവർ കുമ്മിട്ട് ആരാധിക്കുകയും പൊന്ന്, നീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയെത്തിക്കുകയും ചെയ്തു. സന്മനസ്സുള്ളവരിലാണ് യേശു വരുന്നത്. നല്ല മനസ്സുണ്ടാവട്ടെ എന്റെ കുഞ്ഞിന്. എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സർവലോകർക്കും നന്മയേകും